ഹലോ, വെൽക്കം ടു നിച്ചൂസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില വെട്ടിച്ചേട്ടാ. ഇതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് അവനെ ക്യാമറയിൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ കാട്ട് ചെയ്ത ഇതിലേക്ക് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അയില ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തേക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് നടുകീറിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു എന്താ പറയുക പുളി ഇതാക്കണം. ആദ്യം ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം കേട്ടോ. വയ്യാതിരിക്കുന്നു, പനിയൊക്കെ ഇട്ടിരിക്കുന്നു, അത് കാരണമാണ് വീഡിയോസൊന്നും അധികം ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ കടുകും ഉലുവയും പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് എന്താ പറയുക അരിഞ്ഞ് വെച്ച എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരുമിച്ച് തന്നെ ഇട്ടേ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വഴറ്റി വരണ്ട, ചെറുതായി ഒന്ന് ഇതായാൽ മതി. ഇഞ്ചിയും ഇതിലേക്ക് ചുവന്നുള്ളി എത്രത്തോളം കൂടുതൽ എടുക്കണം, അപ്പം അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനെടുത്തത് കപ്പയാണ്. കൊള്ളിയും എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ മീൻ വറ്റിച്ചും അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഞാൻ നീളത്തിലരിഞ്ഞ് ഞാൻ വറ്റിക്കുന്നതിൽ തക്കാളി ഇടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല വെച്ചാൽ തക്കാളി ഇടണമെന്നില്ല. എന്നിട്ട് തക്കാളിയും ജസ്റ്റ് ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. മുളകും പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് എരിവുത്തിരി ഭയങ്കര കൂടുതൽ കണ്ട ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും എരിവിനനുസരിച്ച് ഇടുക. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടുകാർക്കും നമുക്കും ഇഷ്ടപ്പെട്ടതിനനുസരിച്ച് ആഡ് ചെയ്താൽ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ ഇതാവില്ല, അതുകൊണ്ടാണ് അളവ് പറയാത്തത്. അതൊന്ന് മൂത്ത് വരട്ടെ. പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഞാൻ വാളംപുളി എടുത്തേക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഇതിന് വാളംപുളി എന്ന് തന്നെയാണോ പറയാൻ എനിക്കറിയില്ല. ഇത് ഈ കാണുന്നത് കുടംപുളി. ഇത് ഉണ്ടാക്കാൻ നേരത്തെ നോക്കിയത്, അപ്പോൾ ഇല്ല, നാട്ടിൽ നിന്ന് ഓടുന്നത് കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് ഒന്ന് തിളച്ച് വന്നപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കപ്പയുടെ കൂടെ കൊള്ളിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ ഒന്നും ഇതാവില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പിലയും കുറച്ച് കോക്കനട്ട് ഓയിലും ഒന്ന് മേലെ ഒന്ന് തൂവി കൊടുത്തിട്ട് ഇറക്കി വെക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.